കാലവും സമയവും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ല ഫ്രണ്ട്സ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കാറ്. കാർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ എവിടെയെങ്കിലും പോയി ഒന്ന് റിലാക്സായി വരണം എന്ന് മാത്രം, അത്രമാത്രം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു 2 ഡേയ്സ്. അതിമനോഹരമായ ആതിരപ്പള്ളി വാട്ടർഫോൾസിന് നിറവിലുള്ള ആങ്കറേജ് ഹോട്ടലിൻ്റെ റിവ്യൂ കണ്ടതും പിന്നെ ഒന്നും ചിന്തിച്ചില്ല, അതങ്ങ് ബുക്ക് ചെയ്തു. നേരെ അതിരപ്പള്ളിയിലേക്ക് വിട്ടു. നല്ല വൈബ്, മൈൻഡ് ഫ്രഷായി. കൂടെ ആരെ എന്നല്ലേ? ആ ചോദ്യത്തിന് ഇവിടെ പ്രശസ്തിയില്ല ഗെയ്സ്. കാരണം നമുക്ക് നമ്മോളം പോകുന്ന ഒരു കൂട്ടാളി ഇല്ലടാവേ. അതിരപ്പള്ളി വാട്ടർഫോൾസിൽ നിന്ന് മുകളിലേക്കുള്ള കയറ്റത്തിൽ പല ഫ്രണ്ട്സിനെയും കിട്ടി. അതിൽ ഒരു കോയമ്പത്തൂർ ഫാമിലിയെ തന്നെ കിട്ടി. എന്തുകൊണ്ടോ കണ്ട മാത്രയിൽ ജന്മജന്മാന്തരങ്ങളായി പരിചയമുള്ളവരെ പോലെയായി ഞങ്ങൾ നൈറ്റ് ഡിന്നറിന് ക്ഷണിച്ചത് ശിരസ്സ വഹിച്ച് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടലിൽ വന്നതും നല്ലൊരു ഉറക്കം കാഴ്ചവെച്ചു. ഹോട്ടലിൽ പൊളി വൈബ്, ഒന്നും പറയാനില്ല, നല്ല സർവീസ്. ഇടയ്ക്ക് നമ്മളെ തന്നെ മറന്നു പോകാറുണ്ടല്ലേ? എല്ലാം സെറ്റാക്കിയിട്ട് വേണമെന്ന് കരുതി പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കപ്പെടുന്ന പല കാര്യങ്ങളിൽ ഒന്നുപോലും ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അത് മറ്റൊന്നുമല്ല, ഒന്നുകിൽ പെങ്ങളുടെ പഠിപ്പ്, അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ചികിത്സ, അല്ലെങ്കിൽ അമ്മയുടെ സ്വപ്നങ്ങൾ, അങ്ങനെ 1 by 1 ആയി ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ സ്വയം നിങ്ങളെ തന്നെ മറന്നു പോകുന്ന ചില ജന്മങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവും. ശരിയല്ലേ? നാം ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പറയുകയേ വേണ്ട. വീട്ടുകാരുടെ വക എക്സ്ട്രാ ഡയലോഗും. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ, അതുമല്ലെങ്കിൽ എന്തിനാ എന്നെ ഉണ്ടാക്കിയത്, ഇങ്ങനെ പോകുന്നു. നിങ്ങളെ മറന്നു പോകുന്നിടം വരെ പോകാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ബാക്കി വയ്ക്കുക. അപ്പോൾ അറിയാതെ കുറച്ച് ഫിലോസഫിയിലേക്ക് പോയി. ഓക്കെ, 1 hour പൂളി സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടൽ സ്റ്റെർലിങ്ങിൽ പോയി ഡിന്നറിന് ജോയിൻ ചെയ്ത് പാട്ടും ഡാൻസുമായി 3 hour പോയത് അറിഞ്ഞതേയില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് 2 വഴിക്ക്. ബൈ ബൈ.